ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സീരീസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ദുബായ് കിച്ചണിലാണ് ഞാൻ, ദുബായ് ഹോമിലെ. അപ്പോൾ അടുക്കളയിൽ വന്ന് നിൽക്കുകയാണ്. ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറേ ഡക്ക് അന്വേഷിച്ചുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഒന്നും ഡക്ക് കിട്ടില്ല. എനിക്ക് തോന്നുന്നു ലുലു മോളിൽ നിന്നാണ് തോന്നുന്നു കിട്ടിയത് ഡക്ക്. പക്ഷെ നാടൻ താറാവല്ല, ഇത് ബ്രോയിലർ ആയിരിക്കണം. കാര്യം നല്ല സൈസൊക്കെ ഉണ്ട്. ഒരു 2 കിലോളം ഉണ്ട്. ബിഗ് ബിഗ് ഡക്കാണ്. അപ്പൊ ആ ഡക്ക് വെച്ചിട്ടൊരു റോസ്റ്റ് ഉണ്ടാക്കാൻ പോകണം. അപ്പൊ നോക്കുമ്പോൾ അത് മുഴുവനെ വേണമെങ്കിലും റോസ്റ്റ് ചെയ്യാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കയ്യിലിരിക്കുന്ന കുക്കർ കുറച്ച് ചെറുതാണ്. അപ്പൊ അതുകൊണ്ട് ആ വലിയ താറാവിനെ ഒന്നിച്ച് അതിനകത്തിട്ടിട്ട് ഹോൾ ഡക്കായിട്ട് എനിക്ക് വേവിച്ചെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വലിയ വലിയ പീസസ് ആക്കിയിട്ട് അങ്ങനെയും ചെയ്യാമല്ലോ റോസ്റ്റ്. ഐതർ ഹോൾ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പീസസ് ആയിട്ട്, ബിഗ് പീസസ് ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ ബിഗ് പീസസ് ആയിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിന്റെ സ്കിന്ന് പറ്റുന്നത് പോലെ സ്കിന്നും കൂടി വെച്ച് എടുക്കുകയാണെങ്കിൽ നല്ലത്. കൂടുതൽ ഫാറ്റ്, ആ താറാവിന്റെ സ്കിന്നിലൊക്കെ ധാരാളം ഫാറ്റ് ഉണ്ട്. അപ്പൊ അതും കൂടി കിട്ടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അപ്പൊ ആ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് താറാവ് റോസ്റ്റ് ഉണ്ടാക്കാം. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ കൂടെ നമുക്കിപ്പോൾ ഏത് റൈസിന്റെ കൂടെ, സാധാരണ ചോറിന്റെ കൂടെ എല്ലാം കഴിക്കാം. അപ്പൊ ക്രിസ്മസ് അല്ലേ, ഇപ്പൊ ഒരു ഫെസ്റ്റിവൽ ആകുമ്പോൾ ഒരു റോസ്റ്റ് മസ്റ്റാണ്. പിന്നെ താറാവ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കോഴിയിൽ തന്നെ ചെയ്യാം, നമ്മുടെ ചിക്കനിൽ ചെയ്യാം. എന്താണെങ്കിലും ഓക്കെയാണ്. അപ്പൊ ഞാൻ അതിനോടൊപ്പം ഞാനൊരു അപ്പത്തിന്റെ ഒരു റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. ഇതിൽ നമ്മൾ ഈസ്റ്റ് ചേർക്കാനാണ് ചെയ്യുന്നത്. പക്ഷെ അത് ഞാൻ ഓൾറെഡി അരച്ച് വെള്ളത്തിൽ കുതിർത്ത് അരച്ച് മാവ് റെഡിയായിട്ട് ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ഞാനത് അരച്ചു വെച്ചു. അപ്പൊ ഇന്ന് നല്ല ആവശ്യത്തിന് പുളിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, പാലപ്പം നമുക്ക് ഇവിടെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കല്ലപ്പമായിട്ട് ചെയ്യാം. നിങ്ങൾ ചെയ്യുമ്പോൾ അത് പാലപ്പമായിട്ട് വേണമെങ്കിൽ അങ്ങനത്തെ ചക്കയിൽ ഇങ്ങനെ പരത്തി ഇങ്ങനെ നന്നായിട്ട് ചുറ്റിച്ചെടുത്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ ചെയ്യാം. അപ്പൊ അതിൽ പ്രധാനമായിട്ട് അരി, അതിനകത്ത് 1-2 ചെറിയ സാധനങ്ങൾ കൂടി ചേർക്കും. അപ്പൊ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാനത് വെള്ളത്തിൽ ഇട്ട സമയത്ത് എങ്ങനെയാണ് ഇട്ടതെന്ന് കാണിച്ചു തരാം. അതൊരു 4-5-6 മണിക്കൂർ കുതിർത്തിട്ട് നന്നായിട്ട് അരച്ച് രാത്രി കിടക്കുന്നതിന് മുന്നേ ചെയ്താൽ മതി, രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ. അപ്പൊ രാവിലെ ആകുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അല്ല, വൈകുന്നേരത്തേക്കാണെങ്കിൽ രാവിലെ അരച്ച് വെക്കുക, വൈകുന്നേരം ആകുമ്പോൾ പാകം. ഒരു 8 hours ഒക്കെ കഴിയുമ്പോൾ നല്ല ഫോമന്, 8 to 12 hours അത് കറക്റ്റ് പാകമാണ്. 8 മുതൽ 10 മണിക്കൂർ അങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഡക്ക് റോസ്റ്റ് തുടങ്ങാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടോളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം. പിന്നെ നമ്മുടെ ഡക്ക് റോസ്റ്റ് ക്രിസ്മസ് സ്പെഷ്യൽ ഉണ്ടാക്കി തുടങ്ങാം. അതായത് ആദ്യമേ തന്നെ നമ്മളൊരു മസാല പേസ്റ്റ് തയ്യാറാക്കണം. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഒരു 2 പീസ് പട്ട, ഒരു 6-7 ഏലക്ക, 6-7 ഗ്രാമ്പു, പിന്നെ അതുപോലെ കുറച്ച് പിരിയൻ മുളകിൻ്റെ പൊടി. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നിറച്ചെടുക്കുക, അല്ലെങ്കിൽ ഏകദേശം ഒരു 1.25 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ചേർക്കാം. മുഴുവൻ കുരുമുളകാണ്. ഇനി ഇതിൻ്റെ കൂടെ ഒരു 4 മീഡിയം സവാള എന്ന് പറയാം. അത്ര മീഡിയമോ അല്ല, ഒരു ചെറിയ ടൈപ്പ്. ഓക്കെ, ആ സൈസിൽ, ഏകദേശം ഈ സൈസ് സവാള ആണെങ്കിൽ ഒരു 4 എണ്ണം ഇതുപോലെയുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഈ ഒരു പൊടികളുടെ കൂടെ ചേർക്കാം. പൊടി എല്ലാം കൂടി ചേർത്തിട്ട്, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഒരു പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു മസാല പേസ്റ്റിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയിട്ട് കൊണ്ടുവരാം. മസാല പേസ്റ്റിൻ്റെ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല പേസ്റ്റ്. ഇനി നമ്മുടെ ഡക്കിൻ്റെ കഷ്ണങ്ങളിലേക്ക് പോകാം. ദേ നോക്കിയേ, ഇത് ബ്രോയിലർ ഡക്കാണ് കേട്ടോ, ഇവിടെ നിന്ന് കിട്ടിയാണ്. പക്ഷെ നല്ല ഡക്കായിരുന്നു, ഇച്ചിരി സൈസ് കൂടുതലായിരുന്നു. കുറച്ച് വലിയ വലിയ പീസസ് ആയിട്ട് അതിൻ്റെ സ്കിന്നോട് കൂടിയാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ബ്രോയിലർ ഡക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ, നാടനാണെങ്കിൽ ഇത്രയും ഫ്ലഷി ഒന്നും ആയിരിക്കില്ല. മാത്രമല്ല വേഗം കൂടുതൽ സമയമെടുക്കും. ഇത് ഹോൾ ഡക്കായിട്ട് വേണമെങ്കിലും ഒരു റോസ്റ്റ് ഉണ്ടാക്കാമായിരുന്നു, അത് മുറിക്കാണ്ട് മുഴുവനേ തന്നെ. പക്ഷേ സൈസ് ചെറുതായിരിക്കണം. ഇത് വലുതായതുകൊണ്ട് എൻ്റെ കുക്കർ ചെറുതായിരുന്നു, അത് കാരണം എനിക്കൊരു ഹോൾ ഡക്കിൻ്റെ റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾ ഡക്കായിട്ട് വേണമെങ്കിലും റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ അതിന് പകരം ഇപ്പോൾ കഷ്ണങ്ങളാക്കി വലിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കും. ഇതേപോലെ തന്നെ ചിക്കനിലും ചെയ്യാം. അപ്പോൾ ഹോൾ ചിക്കനായിട്ടും ചെയ്യാം, പീസസ് ആക്കിയിട്ടും ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് അരച്ച് വെച്ച മസാല പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി തേച്ച് പിടിപ്പിച്ചെടുക്കാം. ഇനി ഒന്ന് പാത്രം അടച്ച് ഏകദേശം ഒരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു. പീസസൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മാരിനേറ്റഡായി ഇരിക്കുന്ന താറാവിൻ്റെ കഷ്ണങ്ങൾ റെഡി.
ഇനി ഒരു കുക്കറിലേക്ക് ഈ മസാലയിൽ പൊതിഞ്ഞിരിക്കുന്ന താറാവ് കഷ്ണങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാം, മാറ്റാം. ഇനി കുറച്ച് വെള്ളം കൂടി ചേർക്കാം. അപ്പോൾ മസാല ഇത് പുരട്ടി വെച്ചിരുന്ന പാത്രത്തിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകി എടുത്തതാണിത്. അത് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഇനി കുക്കർ അടച്ച പ്രഷറിൽ തന്നെ ഒരു 4-5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇത് ബ്രോയിലർ ആയതുകൊണ്ട് ഒരുപാട് സമയം വേണ്ട, അതുകൊണ്ട് കൂടുതൽ സമയം ഇട്ട് വേവിക്കരുത്. ഇപ്പോൾ ഒരു 4-5 വിസിൽ കഴിഞ്ഞു. അല്പസമയം തണുക്കാൻ വെച്ചിട്ട് അതേ കുക്കർ തുറന്നു. നോക്കിയേ, ഓയിലൊക്കെ മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത്. ഇത് ഞാൻ ഒഴിച്ച ഓയിലൊന്നും അല്ല, ഡക്കിൽ നിന്ന് ഇറങ്ങിയ ഓയിലാണ്, അതിൻ്റെ സ്കിന്നിൽ നിന്നൊക്കെ. ഇതിൽ എണ്ണയൊന്നും ഞാൻ ഇതുവരെ ചേർത്തിട്ടില്ല. അതേ കഷ്ണങ്ങളൊക്കെ നോക്കിയേ, പാകത്തിനെല്ലാം വെന്തിട്ടുണ്ട്. ഇനി മറ്റൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ഇത് കട്ടിയിലിരിക്കുകയാണ്, അതിങ്ങനെ ഉരുകി വരുമ്പോൾ അത് കറക്റ്റായിരിക്കും. ഏകദേശം ഒരു അരക്കപ്പോളം നമുക്ക് ഉപയോഗിക്കാം. ആവശ്യാനുസരണം എടുക്കുക. എന്നിട്ട് ചൂടാകട്ടെ. ഇനി ചൂടായ എണ്ണയിലേക്ക് കനം കുറച്ച് വട്ടത്തിനരിഞ്ഞ് ഒന്നുകിൽ ഹാഫ് സ്ലൈസസ് അല്ലെങ്കിൽ റൗണ്ട് പീസസ് ആക്കിയ സവാള, ഒരു 3 മീഡിയം സവാള അരിഞ്ഞത് ചേർത്ത് വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം. ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഏതാണ്ട് ഫ്രൈ ആയി വരുന്നു. ഏതാണ്ട് ഓൾമോസ്റ്റ് ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞു. ഇനി എണ്ണയിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ ഒരു 2 വലിയ ഉരുളക്കിഴങ്ങ് വലിയ സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചത്. ഇത് ഉരുളക്കിഴങ്ങ് വേവിച്ച് സ്കിന്നൊക്കെ മാറ്റി കഷ്ണങ്ങളാക്കിയതാണ്. അത് ഈ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വറുത്തെടുക്കാം. നോക്കിയേ, കഷ്ണങ്ങളൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ടോ? ചെറിയൊരു കരുകരുപ്പൊക്കെ ഉണ്ടാകും. ഇനി അതും എണ്ണയിൽ നിന്നും മാറ്റി ഈ പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന താറാവിൻ്റെ കഷ്ണങ്ങൾ അതിൻ്റെ ചാറിൽ നിന്നും എടുത്ത് മാറ്റി ഓരോന്നായിട്ട് ഇതേ എണ്ണയിൽ തന്നെ ഇട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് വറുത്തെടുക്കാം. കുറേശ്ശെ മതി, എല്ലാം കൂടി ഒന്നിച്ച് വേണമെന്നില്ല, എണ്ണ കുറവാണല്ലോ. ഇതിലിട്ടിട്ട് എല്ലാ സൈഡും ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് വറുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ എല്ലാ പീസസും വറുത്ത് കഴിഞ്ഞു. ഇനി ബാക്കി കുറച്ച് എണ്ണയുണ്ട്. ഈ എണ്ണയിലേക്ക് ഈ ഡക്കിൻ്റെ കഷ്ണങ്ങൾ വെന്ത ആ ഗ്രേവി ഉണ്ടല്ലോ, മസാല ഗ്രേവി കുക്കറിൽ മാറ്റി വെച്ചിരിക്കുന്നു, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി ഏതാണ്ട് നല്ല കുറുകി വരണം. ഗ്രേവി ഏതാണ്ട് ഇതുപോലെ കുറുകി കഴിഞ്ഞു. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഡക്കിൻ്റെ കഷ്ണങ്ങൾ, താറാവിൻ്റെ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്നിച്ച് കിടന്ന് തിളയ്ക്കട്ടെ. വറുത്ത താറാവ് കഷ്ണങ്ങളും ഈ കുറുകിയ ചാറും എല്ലാം കൂടി കിടന്ന് ഒന്നിച്ച് ഇങ്ങനെ, ആഹാ എന്ത് രസമല്ലേ കാണാൻ. ഇനി ഇതിലേക്ക് ആ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാളയുടെ പകുതിയോളം ചേർക്കാം. ഇനി ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇത് കിടക്കട്ടെ. അതിൽ കിടന്നിങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഏകദേശമൊക്കെ കുറുകി കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് ഫ്രൈഡ് പൊട്ടറ്റോസ്, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കാം. ചെറുതായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊക്കെ കൊടുക്കാം. എല്ലാം കൂടി കിടന്ന് വീണ്ടും ചെറിയ തീയിൽ കിടന്ന് തിളക്കട്ടെ. അപ്പോൾ ഏതാണ്ട് സെറ്റായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോൾ ഫൈനലായിട്ട് ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന വറുത്ത സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇനി തീ കുറച്ചുകൂടി ഒന്ന് കുറയ്ക്കുക, ചെറിയ തീയിൽ കുറച്ച് ഒരു 5-6 മിനിറ്റ് കിടക്കട്ടെ. മസാലയൊക്കെ ഇങ്ങനെ താറാവിൻ്റെ കഷ്ണങ്ങളിൽ പൊതിഞ്ഞിരിക്കുന്ന പാകമാകട്ടെ. ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നോക്കിയേ, റെഡിയായി കഴിഞ്ഞു. ഈ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും കേട്ടോ, ഫ്ലോട്ടിങ്. ഇത് ശരിക്കും പറഞ്ഞാൽ താറാവിൻ്റെ എണ്ണയാണ് കൂടുതൽ, നമ്മൾ ഒഴിച്ച എണ്ണ കുറച്ചുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എണ്ണ എടുത്ത് മാറ്റണമെങ്കിൽ മാറ്റാം, അതിൻ്റെ മേളിൽ നിന്ന് സ്പൂൺ കൊണ്ട് കോരി മാറ്റിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് ഓപ്ഷണലാണ്. ഇനി എന്തായാലും ഇത് വിളമ്പുന്ന പാത്രത്തിലേക്ക് ഞാൻ മാറ്റാൻ പോണു. നമ്മുടെ താറാവ് റോസ്റ്റ് ഓർ ഡക്ക് റോസ്റ്റ് ഇസ് റെഡി. ഇങ്ങനെ നല്ല കാണുമ്പോൾ തന്നെ അറിയില്ലേ, കോരി കോരി ഇങ്ങനെ ഇടുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ആ റോസ്റ്റഡ് പൊട്ടറ്റോസും വറുത്ത സവാളയും വറുത്ത താറാവും അതിൻ്റെ മസാലയോ എനിക്ക് പറയാൻ വാക്കുകളില്ല. ഗംഭീരമായിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കിയാലും, ഇത് ഹോളായിട്ടുണ്ടാക്കിയാലും, ഹോൾ ചിക്കനോ ഹോൾ ഡക്കായിട്ട് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ തന്നെയാണ് പ്രോസസ്സ്. എണ്ണയിലിട്ട് ഇങ്ങനെ വറുത്തിട്ട് വേണം ഗ്രേവിയിൽ മാറ്റാൻ. അപ്പം ചിക്കനിലും ചെയ്യാം, താറാവിലും ചെയ്യാം, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതിൽ ചെയ്യാം. അപ്പോൾ അടിപൊളിയായിരിക്കും. നമ്മുടെ ക്രിസ്മസ് ഫീസ്റ്റിന് ഇത് ഗംഭീരമായിരിക്കും. അപ്പോൾ ഡക്ക് റോസ്റ്റ് എങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചിക്കൻ റോസ്റ്റും തയ്യാറാക്കാം. അപ്പോൾ ക്രിസ്മസ് സീരീസിൽ ഇതൊരു ഭാഗമാക്കുക പറ്റുമെങ്കിൽ. ഇത് ടർക്കിയിൽ ചെയ്യുകയാണെങ്കിൽ, പക്ഷേ ടർക്കിയൊക്കെ ഫുള്ളായിട്ട് ചെയ്യാൻ പാടായിരിക്കും, വലിയൊരു ഇതിലൊക്കെ ഇട്ട് വേവിക്കണം. പീസസ് ആക്കിയിട്ട് ചെയ്യാനുള്ള ഏത് കാര്യത്തിനും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ സാധിക്കും. പിന്നെ അപ്പവും ഡിഫറെൻ്റ് ആണ്, സ്വാദാണ്, ഈസ്റ്റ് ഇല്ലാണ്ട് ചെയ്യുന്നൊരു അപ്പമാണ്. അപ്പോൾ അങ്ങനെയും അതും ഉണ്ടാക്കാം. ഇനി ഡക്ക് റോസ്റ്റിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് അപ്പം കൂടി ചുട്ടെടുക്കാം. ഈ അപ്പത്തിനൊരു പ്രത്യേകതയുണ്ട്, ഇതിൽ ഈസ്റ്റ് ചേർക്കാണ്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് ചേർക്കാണ്ട് ഈ മാവ് എങ്ങനെയാണ് തയ്യാറാക്കിയത്, ഈ അപ്പം ഇത്രയും സോഫ്റ്റ് ആയിരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണണ്ടേ. ഈ മാവ് തയ്യാറാക്കാനായിട്ട് ഞാൻ എന്തൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയതെന്നൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം, പറഞ്ഞു തരാം. ഓക്കെ, ഒരു ബൗളിലേക്ക് 1 കപ്പ് പച്ചരി ചേർക്കാം. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉഴുന്ന്, തൊലിയില്ലാത്ത ഉഴുന്ന്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ. നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം. എന്നിട്ടിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കുതിരാനായിട്ട് മാറ്റി വെക്കണം. ഒരു 3-4 മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുതിർന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇത് അരയ്ക്കുന്നതിന് തൊട്ട് മുന്നേ, അതായത് ഒരു 10 മിനിറ്റ് മുന്നേ, ഒരു 1/2 കപ്പ് വെള്ള അവൽ ഒരു ബൗളിലേക്ക് എടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് തന്നെ ധാരാളം മതി ഇത് കുതിർന്ന് കിട്ടാൻ. ഈ കുതിർത്ത അവലും അത് കഴിഞ്ഞിട്ട് കുതിർത്ത അരി, ഉഴുന്ന്, ഉലുവ മിശ്രിതവും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഒരു 6 മുതൽ 8 മണിക്കൂർ പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് പൊങ്ങി വരും. പൊങ്ങി വന്നു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ സാധാരണ അപ്പം ചുടുന്ന പോലെ ചുട്ടെടുക്കാം. ഇതിപ്പോൾ കല്ലപ്പമായിട്ട് വേണമെങ്കിൽ ചുടാം. കല്ലപ്പമായിട്ട് വേണമെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് ചുട്ട് കഴിഞ്ഞാൽ അത് കല്ലപ്പം എന്ന് തന്നെ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളയപ്പം എന്നും അറിയാം. അതല്ലെങ്കിൽ പാലപ്പച്ചട്ടിയിൽ ആണെങ്കിൽ പാലപ്പമായിട്ടും ചെയ്യാം. എന്തായാലും ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഡക്ക് റോസ്റ്റ് എനിക്ക് ടേസ്റ്റ് ചെയ്ത് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇന്ന് വൈകുന്നേരം കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട് ഇവിടെ. അപ്പം ഡക്ക് റോസ്റ്റ് നമ്മൾ ഗസ്റ്റുകൾക്ക് വേണ്ടി ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അതിനോടൊപ്പം അപ്പത്തിൻ്റെ മാവ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 1-2 കാര്യങ്ങളും കൂടി ചെയ്ത് കഴിയുമ്പോൾ പെർഫെക്റ്റ് ആകും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ടാവും. എല്ലാ ദിവസവും പുറത്ത് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ആ കാഴ്ചകൾ കാണിക്കാൻ പറ്റുന്നതാണെങ്കിൽ കാണിച്ചു തരാം തീർച്ചയായിട്ടും. ഇവിടെ ഇപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. പുടുമോളും മനുക്കുട്ടി, വിഷ്ണു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇനി അധികം ദിവസം ഇല്ല, ഞങ്ങൾ മാഞ്ചസ്റ്ററിലേക്ക് പോകും. അപ്പോൾ ക്രിസ്മസ്, ന്യൂ ഇയർ ഒക്കെ അവിടെയാണ് ആക്ച്വലി. ഇവിടെ ഇപ്പോൾ നമ്മൾ അതിന് മുന്നോടിയായിട്ടാണ്. അപ്പോൾ ഇവിടെ നല്ല ഒരു ക്ലൈമറ്റാണ്. ഇപ്പം വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല തണുപ്പുണ്ട്, രസമാണ്. നല്ലൊരു ഊട്ടി ക്ലൈമറ്റ് പോലെ ഇങ്ങനെ നടക്കാം, നല്ല കാറ്റ് അങ്ങനെയൊക്കെ. അപ്പോൾ നല്ല നല്ല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്കതൊരു മോളിൽ പോയാൽ പോലും ഭയങ്കര സന്തോഷമാണ്, ഒരു ഫെസ്റ്റീവ് മൂഡാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് മലയാളി സുഹൃത്തുക്കളെയും കാണാൻ പറ്റും. അപ്പോൾ അത് മറ്റൊരു സന്തോഷമാണ്. അങ്ങനെ നമ്മുടെ നാടിനെ വലുതായിട്ട് മിസ് ചെയ്യില്ല ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ. അതാണ് എൻ്റെ ഒരു സത്യാവസ്ഥ. പിന്നെ വിഷ്ണു കുറച്ച് ബിസിയാണ്, അവൻ്റെ ഓഫീസ് വർക്കുണ്ട്, പകലൊക്കെ കൂടുതൽ ദിവസം. പക്ഷേ വീക്കെൻഡ് കിട്ടുമ്പോൾ പകലോട്ട് ഹീസ് ഫ്രീ. അപ്പോൾ നമ്മൾ കറക്കം കുറച്ചുകൂടെ നേരത്തെ ആക്കും. അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങും.
ഷോപ്പിംഗ്, ഫുഡിങ്, സൈറ്റ് സീയിങ് ഒക്കെ തന്നെയാണ് സന്തോഷമുള്ള കാര്യങ്ങൾ. കുടുംബങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹാപ്പിയാണ് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കുമ്പോൾ. പിന്നെ നമ്മൾ തിരിച്ച് ഇനിയിപ്പോൾ മാഞ്ചസ്റ്ററിൽ ചെന്നാലും കുടുംബങ്ങൾക്ക് കസിൻസിൻ്റെ കൂടെയൊക്കെ ആദ്യമായിട്ട് അവർ കാണാൻ പോവുകയാണ് കേട്ടോ പാർവതിയുടെ കുഞ്ഞുങ്ങളും. പിന്നെ മോള് പാർവതി കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ പുടുമോള് അവിടുത്തെ കുഞ്ഞുങ്ങളെയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് ഈ യാത്രയിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ എന്തായാലും മക്കളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തന്നെയല്ലേ. അപ്പോൾ എവിടെ ഇരുന്നാലും നമ്മൾ ഇടയ്ക്ക് മക്കളുടെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കുന്നത് എപ്പോഴും ജീവിതത്തിൽ നല്ലത് തന്നെയാണ്. മക്കൾ മാത്രമല്ല, കൊച്ചുമക്കളുണ്ടെങ്കിൽ കൊച്ചുമക്കൾ, മരുമക്കൾ എല്ലാവരുമായിട്ട് ഒരു ഫാമിലിയായിട്ട് നമ്മളെപ്പോഴും ഒരു നല്ല ബോണ്ടിങ് കീപ്പ് ചെയ്താൽ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവർക്കും സന്തോഷം, നമുക്കും സന്തോഷം. വാവ്, സൺസെറ്റ് നോക്കണോ. അപ്പോൾ എല്ലാ ദിവസത്തെയും പതിവ് തെറ്റിക്കാതെ ഇന്നും ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ പുറത്തേക്കുള്ള ചെറിയൊരു കറക്കത്തിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് പോകുന്ന ഒരു റൂട്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരി സിറ്റി വിട്ടിട്ടാണ് കേട്ടോ. ഏകദേശം ഒരു 45 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. ഇത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഒരു കഫേയാണ്. 1 ഡിഗ്രി കഫേ എന്നാണ് ഇതിന് പറയുന്നത്. ഡെസേർട്ടിൻ്റെ ഇടയിലാണ്, മരുഭൂമിയുടെ ഇടയിൽ ഒരു കഫേ, ഒരു ഓപ്പൺ എയർ കഫേ. കുറച്ച് ദൂരം സഞ്ചരിക്കണം. പക്ഷേ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി ഇറങ്ങാൻ. കുറച്ചുകൂടി നേരത്തെ പോകണം എന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. സൺസെറ്റിന് മുന്നേ അവിടെ എത്തണം എന്ന് വിചാരിച്ചു, പക്ഷേ ഇപ്പോൾ ഓൾറെഡി ലേറ്റ് ആയി. ഒരു ഡെസേർട്ടിലൂടെ ഇങ്ങനെ നമ്മൾ പോകുന്ന പോലെ അല്ലേ, ഭയങ്കര നൈസ്. മനോഹരമായ ഡെസേർട്ട് ഏരിയയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കണ്ടല്ലോ, ഇവിടെയാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഔട്ട്ഡോർ കഫേ ഉള്ളത്. കഫേയിൽ കൂടുതലായിട്ടും വരുന്നത് ഇവിടുത്തെ നാഷണൽസ് തന്നെയാണ്. എസ്പെഷ്യലി വിൻ്റർ ടൈം ആകുമ്പോൾ, ഈ ഒരു തണുപ്പ് കാലത്തൊക്കെ പുറത്ത് ഔട്ടിംഗ് എന്ന് പറഞ്ഞ് വൈകുന്നേരങ്ങളിൽ എല്ലാവർക്കും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെസേർട്ട് ഏരിയയിലൊക്കെ ഇതുപോലെയുള്ള കഫേസ് ഉണ്ടെങ്കിൽ ഭയങ്കര രസമല്ലേ. പക്ഷേ ഇതൊരു സ്പെഷ്യൽ കഫേ. വാട്ട് എ ബ്യൂട്ടിഫുൾ വ്യൂ. സൂര്യൻ അസ്തമിച്ചു, ചന്ദ്രൻ വന്നു, ചുലൈറ്റ് രണ്ടുപേരും മീറ്റ് ചെയ്ത സമയമാണ്. 1 ഡിഗ്രി കഫേയിലേക്ക് പോകണം. 1 ഡിഗ്രി വിൻ്റർ എന്നാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ ക്രൗഡ് നല്ല ഒന്നാന്തരം ക്രൗഡ്. അന്നക്കുട്ടി എത്തി, ഞങ്ങൾ ഇറങ്ങി. ഇവിടെ ഇച്ചിരി കൂടെ നേരത്തെ വന്നെങ്കിൽ കുറേ കൂടെ നമുക്ക് ആ ആംബിയൻസ് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. എങ്കിലും ഏകദേശം ഊഹിക്കാമല്ലോ അല്ലേ. ദിസ് ഇസ് എ ഡെസേർട്ട് ഏരിയ വിത്ത് മൗണ്ടൻസ്, ഒരു ഹില്ലി ടെറൈൻ. അവിടെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് അല്ല, ഇറ്റ്സ് കഫേ. അങ്ങനെ സൺസെറ്റ് എല്ലാം കണ്ട്, സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാഴ്ചകളൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല. കാര്യം ലൈറ്റ് വളരെ ഡിമ്മാണ്. ഇവിടുത്തെ ഒരു ആംബിയൻസ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. ഒരു കഫേ പോലെ തന്നെ ആയതുകൊണ്ട് കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. കുറച്ച് എക്സ്പെൻസീവ് ആണ്, അതല്ലാതെ ഞാൻ പറയുന്നില്ല. ഇറങ്ങി കഴിഞ്ഞാൽ കാലിലൊക്കെ മണ്ണാകും. സ്കാൻ ചെയ്തെടുക്കണം മെനു, എന്നിട്ട് നോക്കുകയാണ്. സ്നാക്സ് ആൻഡ് പിന്നെ എന്താ പറയുക, മിൽക്ക് ഷേക്സ് അങ്ങനത്തെ കാര്യം, ഹോട്ട് ചോക്ലേറ്റ്. മോളെ താഴെ വിടാൻ പറ്റില്ല, അതാണ് ഒരു പ്രശ്നം, മണ്ണാണ്. അതുകൊണ്ട് വിഷ്ണു എടുത്തുകൊണ്ട് നടക്കുക. സ്വീറ്റ് പൊട്ടറ്റോ ഫ്രൈസ്, ഹോട്ട് ഡോഗ്, സ്പാനിഷ് ലാറ്റെ 2 ഉമാലി. യെസ്.
പിന്നെ ഇവിടെ കുറച്ച് സ്പോർട്സ് ആൻഡ് ഗെയിംസ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഔട്ട്ഡോർ അല്ല, ഇങ്ങനെ ഇൻഡോർ ടൈപ്പാണ്. അഡ്വഞ്ചർ സ്പോർട്സ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ആറോ, പിന്നെ അമ്പെയ്ത്തും, പിന്നെ എന്താ പറയുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഒരു ഒട്ടകത്തിനെ എല്ലാം കൊണ്ട് നിർത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ മേളിലൊക്കെ, അത് പകൽ സമയമാണെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒട്ടകത്തിൻ്റെ മേളിലുള്ള റൈഡോ ഫോട്ടോസോ, പിന്നെ അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല ക്രൗഡും ഉണ്ടായിരുന്നു, നിറച്ച ആൾക്കാരാണ്. പക്ഷെ എൻറ്റയർലി ഡിഫറെൻ്റ്, ഒരു ഒരു എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് കഫേ. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒറ്റ വിഷമമേ ഉള്ളൂ, ഇതിൻ്റെ ആ ടോട്ടൽ ആംബിയൻസ് നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാനോ നിങ്ങൾക്ക് കാണിച്ചു തരാനോ ഒന്നും പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട്. എങ്കിലും നമ്മൾ തിരിച്ച് സിറ്റിയിലേക്കുള്ള ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീരീസ് ഞാൻ ഇന്ന് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇപ്രാവശ്യത്തെ 2024 ക്രിസ്മസ് സീരീസ്. കാരണം ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ദുബായ് വിടുകയാണ്. ദുബായിൽ നിന്ന് ഞാനും അനുക്കുട്ടി മോളും കൂടി മാഞ്ചസ്റ്ററിലേക്ക് ഉടനെ തന്നെ പോകും. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ മാഞ്ചസ്റ്ററിലായിരിക്കും. പിന്നെ അത് മാത്രമല്ല, തിരിച്ച് നാട്ടിലെത്തിയിട്ടാണ് നമ്മുടെ ലേഡീസ് ഓൺലി ട്രിപ്പിന് പോകേണ്ടത്. ലേഡീസ് ഓൺലി ട്രിപ്പ് ഓൾറെഡി ഞാൻ അനൗൺസ് ചെയ്തിരുന്നു. തായ്ലാൻഡിലെ 2 സ്ഥലങ്ങളാണ്, അതായത് ക്രാബി ആൻഡ് ഫുക്കറ്റ്. മനോഹരമായൊരു യാത്രയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് ഒരുപാട് ആൾക്കാരിങ്ങനെ ബുക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ട്രിപ്പിൽ എന്നോടൊപ്പം വരാനായിട്ട് ആൾക്കാരൊക്കെ രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, വരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ടു കം. ഇനിയും സമയം വൈകിയിട്ടില്ല. കാര്യം നമ്മളിപ്പോൾ ഈ ഒരു സമയത്തല്ലേ ആയിട്ടുള്ളൂ. അടുത്ത മാസം 15-ാം തീയതിയാണ്, ജനുവരി 15-നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ജേണി. 4-5 ദിവസത്തിനുള്ളിൽ നമ്മൾ തിരിച്ചു വരും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നമ്പർ ഓൾറെഡി അതിൽ കൊടുത്തിരുന്നു ആ വീഡിയോയിൽ. എങ്കിലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഞാൻ ഇതിൽ പറ്റുമെങ്കിൽ സ്ക്രോളായിട്ട് ഇടാം. വിളിച്ച് ചോദിക്കാനൊക്കെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഈ ഒരു പാക്കേജ് ഗംഭീര ഒരു പാക്കേജ് ആയിരിക്കും. ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട്. 99,500. 1 lakh ഇല്ല, 1 lakhനകത്തേ ഉള്ളൂ. ഇതൊരു ബ്യൂട്ടിഫുൾ ട്രിപ്പായിരിക്കും എന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ട്. അപ്പോൾ എന്തായാലും വരാത്തവർക്ക് വരണം എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് മാഞ്ചസ്റ്റർ, അത് കഴിഞ്ഞിട്ട് തിരിച്ച് ട്രിവാൻഡ്രം, അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ലേഡീസ് ഓൺലി ട്രിപ്പിന് ജോയിൻ ചെയ്യും. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. കാര്യം നല്ല നല്ല കമൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ തിരക്കുകൾക്കിടയിലാണെങ്കിലും എനിക്കിങ്ങനെ ഒരു ക്രിസ്മസ് സീരീസ് ചെയ്യാൻ സാധിച്ചു, നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വളരെ താങ്ക്ഫുള്ളാണ് ഞാൻ ദൈവത്തിനോടും നിങ്ങളോടും എല്ലാവരോടും, എൻ്റെ ഫാമിലിയോടും ഒക്കെ. അത് മാത്രമല്ല, നമ്മുടെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് സീരീസിന് ഒരു അതിഥിയും കൂടി ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട് ഫെയ്സി. അപ്പോൾ അത് മറ്റൊരു സന്തോഷമായിരുന്നു. വളരെ ഹാപ്പി ആയിട്ട് വന്ന് ബ്യൂട്ടിഫുൾ 2 കേക്ക്സ് ഉണ്ടാക്കി തന്നല്ലോ. അപ്പോൾ അതും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നമ്മുടെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും എല്ലാവർക്കും ഒരു അഡ്വാൻസ്ഡ് ക്രിസ്മസ് ആശംസകൾ. നന്നായിട്ട് അടിച്ചു പൊളിക്കുക ക്രിസ്മസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.